2022 ചെങ്ങന്നൂർ പോലീസ് നിയമവിരുദ്ധമായി കസ്റ്റഡിയിലെടുത്ത് ചെങ്ങന്നൂർ സ്നേഹധാരയിൽ പ്രവേശിപ്പിച്ച ബബ്ലു മുർമു എന്ന യുവാവ് ഇവിടെ നേരിട്ട അതിക്രൂരമായ പീഡനത്തെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെട്ട സംഭവം അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ട് ഞാൻ ബഹുമാനപ്പെട്ട ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ പരാതിയെ തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് പല ഘട്ടത്തിൽ പോലീസ് നൽകിയ റിപ്പോർട്ടുകൾ മുഴുവൻ റിജക്റ്റ് ചെയ്ത കമ്മീഷൻ നിലവിൽ ആ കേസ് ചെങ്ങന്നൂർ ഡിവൈഎസ്പി പുനരന്വേഷിക്കുവാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ആലപ്പുഴ എസ്.പിയുടെ മേൽനോട്ടത്തിൽ. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഓൾറെഡി ഒരു സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അധിക മൊഴി നൽകണം എന്ന ബഹുമാനപ്പെട്ട എസ്.പിയുടെ നിർദ്ദേശപ്രകാരം ഞാൻ ഇന്നലെ ചെങ്ങന്നൂർ ഡിവൈഎസ്പി ഓഫീസിൽ എത്തുകയും ഇതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ അടങ്ങിയ സ്റ്റേറ്റ്മെന്റ് നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. അതിനെ തുടർന്ന് ചെങ്ങന്നൂർ ഡിവൈഎസ്പിയെ നേരിൽ കാണുകയും കേസിൻ്റെ വിശദാംശങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ സംസാരത്തിനിടയിൽ ഡിവൈഎസ്പി അദ്ദേഹത്തെ ചിലപ്പോൾ ആരോ തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിചാരത്തിൽ നിന്ന് ഉണ്ടായതായിരിക്കാം. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഈ ബബ്ലു മുർമുവിനെ സ്നേഹധാരയിൽ എത്തിക്കുന്നതിന് മുൻപ് ഇവിടെ വെച്ചോ ബബ്ലു മുർമുവിന് തലയ്ക്ക് മാരകമായ പരിക്കേറ്റിട്ടുണ്ട്. അല്ല, സ്നേഹധാരയിൽ വെച്ചിട്ടുള്ള ഒരു ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലല്ല ഇത്തരത്തിലുള്ള ഒരു മുറിവ് ഏറ്റിട്ടുള്ളത് എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഇത് കാലാകാലങ്ങളായി PS എബ്രഹാമിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി പോലീസ് ഉയർത്തുന്ന ബാലിശമായിട്ടുള്ള ഒരു വാദമുഖമാണ്. അപ്പോൾ ഞാൻ ഡിവൈഎസ്പിയോട് ചോദിച്ചത്, പോലീസ് കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ തന്നെ ഈ ഒരു വ്യക്തിക്ക് ഒരു മാരകമായ മുറിവുണ്ട്. ഇത്തരത്തിൽ മാരകമായ മുറിവേറ്റിട്ടുള്ള ഒരു വ്യക്തിയെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടതാണോ, അതോ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ, അതും ഇല്ലീഗലായിട്ട് ഒരു തവണ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നേരിട്ട് ഇൻസ്പെക്ട് ചെയ്ത് ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് അടച്ചുപൂട്ടുവാൻ ഉത്തരവിട്ടിട്ടുള്ള PS എബ്രഹാം ഇവിടെ ഇയാൾ ടോട്ടലി അലോപ്പതി ട്രീറ്റ്മെന്റിന് എതിരായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ PS എബ്രഹാം. അയാൾ ജേക്കബ് വടക്കഞ്ചേരി എന്ന ഒരു വ്യാജ സിദ്ധൻ, അയാളുടെ പ്രകൃതി ചികിത്സ ഇവിടെ അടിച്ചേൽപ്പിച്ച് നിരവധി മാനസിക രോഗികളെ കാലവരിക്ക് അയച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ PS എബ്രഹാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തിലാണോ പോലീസ് ഇത്തരത്തിൽ മാരകമായ തലക്ക് പരിക്കേറ്റ ഒരു വ്യക്തിയെ കൊണ്ടുചെന്നാക്കുന്നത് എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് മറുപടി ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ഞാൻ കെൽസയ്ക്ക് നൽകിയ പരാതിയിൽ കെൽസ ഡയറക്ഷൻ പ്രകാരം സ്നേഹധാരയിൽ പരിശോധന നടത്തിയ അന്നത്തെ ആലപ്പുഴ ജില്ലാ DLSA സെക്രട്ടറിയും അതുപോലെ തന്നെ അന്നത്തെ ആലപ്പുഴ ജില്ലാ സബ് ജഡ്ജുമായ MD ജലജാറാണി മാഡം കെൽസയ്ക്ക് നൽകിയ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട്. സ്നേഹധാര സന്ദർശിച്ചപ്പോൾ, പരിശോധിച്ചപ്പോൾ ഇവിടുത്തെ അന്തേവാസികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് PS എബ്രഹാം അന്ന് രാത്രിയിൽ മാരകമായി ഈ ബബ്ലു മുർമുവിനെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ളത്. മേഡം കെൽസയ്ക്ക് നൽകിയ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതായത് 2019 സ്നേഹധാര പരിശോധന നടത്തിയ അന്നത്തെ സംസ്ഥാന ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ആക്ടിംഗ് ചെയർമാൻ ഉത്തരവിനെ തുടർന്ന് സ്നേഹധാര അടച്ചു പൂട്ടുകയും അതിനെ തുടർന്ന് കേരള ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്യുകയും ആ ഉത്തരവ്, അതായത് മനുഷ്യാവകാശ കമ്മീഷൻ അതിൻ്റെ അധികാരപരിധി ലംഘിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചതെന്നും അതിനാൽ ഇത് റദ്ദ് ചെയ്യണം എന്ന് പറഞ്ഞ് കേരള ഹൈക്കോടതിയിൽ നിന്നൊരു സ്റ്റേ വാങ്ങുകയും ആ സ്റ്റേയെ തുടർന്നാണ് ഈ സ്ഥാപനം പിന്നീട് പ്രവർത്തിച്ചത്. അപ്പോൾ ആ കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് ഇത് സംബന്ധിച്ച് നിലവിലുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ജലജാറാണി മാഡത്തിൻ്റെ റിപ്പോർട്ടിനെ തുടർന്ന്
കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി ഈ കേസിൽ കക്ഷി ചേരുകയും അതിനെ തുടർന്ന് കേരള ഹൈക്കോടതി, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അമിക്കസ് ക്യൂറിയെ നിയമിക്കുകയും ആ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച്, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച്, മണികുമാറിന്റെ ബെഞ്ചാണ് ഈ സ്ഥാപനം അടച്ചുപൂട്ടുകയും ഇവിടെ നിന്ന് അന്തേവാസികളെ, മാനസിക രോഗികളായിട്ടുള്ള അന്തേവാസികളെ മറ്റ് അംഗീകാരമുള്ള സ്ഥാപനത്തിലേക്ക് റീലൊക്കേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ റിപ്പോർട്ട് ഞാൻ കാണിച്ചപ്പോൾ ഡിവൈഎസ്പി എന്നോട് പറഞ്ഞത് അവിടുത്തെ ഇൻമേറ്റ്സ് എന്നോട് പറഞ്ഞു എന്നാണ് ഈ റിപ്പോർട്ടിൽ ഉള്ളത്. പക്ഷെ ഏത് ഇൻമേറ്റ്സ് എന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല, മെൻഷൻ ചെയ്തിട്ടില്ല. ഒരു ജുഡീഷ്യൽ ഓഫീസറുടെ റിപ്പോർട്ടാണിത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ ഒരു സ്ഥാപനം അടച്ചു പൂട്ടുന്നതിന്, ഇല്ലെങ്കിൽ മാനസിക രോഗികളെ ഇവിടെ നിന്ന് റീലൊക്കേറ്റ് ചെയ്യുന്നതിന് ഉത്തരവിട്ടിട്ടുള്ളത്. പോലീസ് കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, പോലീസ് അന്വേഷണം. ഇത് പോലീസ്, ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകിയ ഒരു പരാതിയിൽ പോലീസ് എനിക്ക് നൽകിയ മറുപടി, ഇത് ഫൈനൽ റിപ്പോർട്ട്, കോടതിയിൽ ഫൈനൽ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ള ഒരു കേസ് ആയതിനാൽ കോടതിയുടെ അനുമതി ആവശ്യമാണ് എന്നാണ് പറയുന്നത്. ഒരു സാങ്കേതികമായിട്ടുള്ള ഒരു വശമാണ്. എന്നാൽ 4 ആഴ്ചക്കുള്ളിൽ ഇതിൻ്റെ പുനരന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചില്ല എങ്കിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ച് ആലപ്പുഴ എസ്.പിക്കെതിരെ നടപടിയെടുക്കും എന്ന് ബഹുമാനപ്പെട്ട കമ്മീഷൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട കമ്മീഷനോട് ഇതുമായി ബന്ധപ്പെട്ട് കാരണം പോലീസും കൂടെ പ്രതിയായിട്ടുള്ള ഒരു കേസ് എന്നുള്ള നിലയിൽ ഞാൻ ബഹുമാനപ്പെട്ട കമ്മീഷനോട് ഞാൻ ആവശ്യപ്പെട്ടുള്ളത്, ഇതൊരു സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണം, അല്ലെങ്കിൽ CBI എൻക്വയറി കൊണ്ട് മാത്രം. ഇതൊരു സന്താൽ, കാരണം ഭാരതത്തിന്റെ ഭരണഘടന പ്രത്യേക പ്രൊട്ടക്ഷൻ നൽകുന്ന ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ഒരു സന്താൾ വിഭാഗത്തിൽപ്പെട്ട ഒരു ആദിവാസി യുവാവാണ് ഇവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു വളരെ പ്രാധാന്യത്തോടു കൂടി ഈ കേസ് അന്വേഷിക്കണം എന്നാണ് ബഹുമാനപ്പെട്ട കമ്മീഷനോട് ഞാൻ ആവശ്യപ്പെട്ടുള്ളത്. ഈ കേസിൽ സത്യം തെളിയുമെന്നും ഇതിലെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും എന്ന് തന്നെ ഞാൻ ആശിക്കുന്നു. ഓക്കെ.